ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറലായിട്ട് സർവീസിന് വേണ്ടി കയറ്റിയതാണ്. ഇത് നമുക്ക് 999 ഓഫറിനകത്ത് വന്ന വണ്ടിയാണ്. അതായത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എൻജിൻ ഓയിൽ ഇതടക്കം ചെയ്യുമ്പോൾ നമ്മളൊരു ഓഫറിൽ വന്നതാണ്. 999 രൂപയുടെ ഓഫറിലാണ് വണ്ടി കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് സർവീസാണ്. അപ്പോൾ ജനറൽ സർവീസിൽ പുറമെ വന്ന വർക്കുകൾക്ക് 50% ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി ലേബർ ചാർജിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിലവിൽ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം അതും പ്രകാരമാണ് വണ്ടി നമ്മളിപ്പോൾ കയറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചു നോക്കി. ബ്രേക്കൊക്കെ ഒരല്പം കുറവുണ്ടായിരുന്നു. പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബോഡി കവർ 1-2 കവർ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം, അന്വേഷിക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ലൈനറാണ്, കമ്പനി ലൈനർ തന്നെയാണ്. നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ലൈനർ നമുക്ക് തന്നെ ഉപയോഗിക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണേ. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് ബ്രേക്കിൻ്റെ കേസിൽ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം, പുത്തൻ ഫിൽട്ടറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ച് അടക്കം ഫുള്ള് നമ്മൾ ക്ലീനിങ് ചെക്കപ്പും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അയച്ചാനാണ്. അപ്പോൾ ഫിൽട്ടറൊക്കെ ജസ്റ്റ് തുടച്ച് ക്ലീനാക്കിയാൽ ഫിൽട്ടർ ബോക്സിൽ തുടച്ച് ക്ലീനാക്കിയിട്ടാൽ മതി. കാരണം പുത്തൻ ഫിൽട്ടറാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ കംപ്ലയിൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് വന്നാണ് ഈ കാണുന്നത് കേട്ടോ. ക്ലച്ചിൽ വേറെ, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നമില്ല, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ് കംപ്ലയിൻറ്റ് വന്നത്. പിന്നെ നമ്മൾ ക്ലച്ചിനകത്ത് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇതൊക്കെ തേമാനം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. നല്ല തേമാനം ഉണ്ട്, പക്ഷേ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ ഫുള്ള് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അത്യാവശ്യം തുരുമ്പുണ്ട്, അപ്പോൾ അതാണ് നമ്മൾ ഫുള്ള് ക്ലച്ചും കൂടി അഴിച്ച് ഫുള്ള് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ക്ലച്ചിൻ്റെ വെയിറ്റ് സെറ്റാണത്, നിലവിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പിന്നുമ്മ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാം. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലച്ച് ഔട്ടറിലും വേറെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പിടിക്കാതെ പോകുന്ന പോലത്തെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ നമുക്ക് തൽക്കാലം നമുക്ക് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് ക്ലച്ചിനകത്ത്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ കൂട്ടത്തിൽ കിടന്ന് നോക്കി പോകുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ, സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഇവിടെ ചെറിയ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം റഫ് യൂസാണ് വണ്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റി കളയണം നല്ലത് കേട്ടോ. നേരെ മറിച്ച് വലിയ ലോങ് ഡ്രൈവ് ഒന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ ഉള്ള ഓട്ടോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കിത് ചെയ്താലും മതി. അടുത്ത സർവീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടത്, ജനറൽ ചെക്കപ്പ് വിത്ത് സർവീസായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ 4 മാസത്തൊക്കെ വേണമെങ്കിൽ കിടന്നോളും. അത് കാര്യമായിട്ടുള്ള ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ഇട്ടേക്കരുത്, മാറ്റി കളഞ്ഞോളൂ കേട്ടോ. കാരണം കൂട്ടത്തിക്കടി ഇപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. ലേബർ ചാർജൊക്കെ നമുക്ക് ഓൾറെഡി പാക്കേജിലുള്ളതാണ്, മറ്റേ ഓഫറിൽ വന്നേക്കണതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോക്കോളും. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനവൊക്കെ ഉള്ളൂ, തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ അവിടെ ആക്സിലേറ്റർ കേബിളൊക്കെ പുതിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം കാണുന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ബുഷുകൾ, ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ ഈ ബുഷ് മാത്രം ഒന്ന് നമുക്ക് മാറ്റിയിടാം. അതായത് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ കുഷ്യൻ്റെ ബുഷ് എന്ന് പറയാം, തന്നെ ലിങ്ക് ബുഷ് എന്നാണ് പറയാം. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഈ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ഷോക്ക് വന്നത്, ആക്ഷൻ വന്നത് ഇതുമേക്കാണ്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ പുതിയതിട്ടാലും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലയിൻറ്റ് വരാറുണ്ട് സാധാരണ, അതങ്ങനെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ വരുന്ന ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റിയിട്ടാൽ നമുക്കത് കുറേ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും കേട്ടോ. അതിപ്പോൾ ചെറിയൊരു പ്ലേ ആണ് കാണിച്ചു കൊടുക്കുന്നത്, കൈയോടെ നമ്മളത് ആ കോളർ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ് ഉപയോഗിക്കാൻ കിട്ടും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ ആയാലും പുതിയ ടയർ കിടക്കണേ, അപ്പോളോൻ്റെ ടയറാണ് കിടക്കണേ. നല്ല ടയറാണ് കേട്ടോ, സാപ്പർ മോഡൽ. ഈ മോഡലാണ് നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്, ശരിക്കും ഈ മോഡലാണ്. ഇപ്പം നിലവിൽ ബാക്കിൽ കിടക്കുന്നത് വെച്ചിട്ട് കട്ട കൂടിയ മോഡലാണ്. അതിനേക്കാളും കുറേ കൂടി ബെറ്റർ, വണ്ടി ഓടിക്കാൻ സ്മൂത്തും മാക്സിമം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും ഈ മോഡലാണ്, ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലാണ്.
പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. കാരണം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട്, നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നിലവിൽ വണ്ടിയിൽ ഇരിക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 2024 എന്ന് പറയുമ്പോൾ നമുക്ക് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് കേട്ടോ. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. 12.59 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് കൂട്ടത്തിൽ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രോബ്ലം. കാരണം ബാറ്ററിയുടെ ഈ സെൽഫ് മോട്ടറിൻ്റെ കൂടെ വരെ ഓൾറെഡി ലൈൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെൽഫ് മോട്ടർ നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ കയറ്റിയിട്ട് അതിൻ്റെ അത് റെഡി ആക്കിയേക്കണതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണൊന്നും തീർന്നിട്ടൊന്നുമില്ല, പക്ഷേ മോട്ടർ വർക്കിംഗ് അല്ല. രണ്ട് രീതിയിലാണ് ആ പ്രോബ്ലം വരാം. ഒന്ന് മോട്ടറിൻ്റെ ഈ ആർമേച്ചറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഇത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. ഇപ്പോൾ നമ്മൾ ബ്രഷൊക്കെ റെഡിയാക്കി ഇട്ടാലും ഈ ആർമേച്ചർ കംപ്ലയിൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും. അപ്പോൾ അത് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. പിന്നെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലയിൽ ക്ലീൻ ചെയ്തിട്ട് ഒരു പക്ഷേ വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. വീണ്ടും സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെൽഫ് മോട്ടർ അസംബ്ലി പാടി മാറ്റി വയ്ക്കണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ഈ കവർ, ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് കവറും പൊട്ടിയിട്ടുണ്ട്. ഇന്നർ കവർ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ചോദിക്കാൻ അന്വേഷിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും ഞാൻ എസ്റ്റിമേറ്റഡ് കൂട്ടത്തിൽ പറയാം. ഈ ഫ്രണ്ടിലത്തെ ഈ ഹെഡ്ലൈറ്റ് വരുന്ന ഈ ഭാഗത്തെ ഫ്രണ്ട് കവറും ഇതും നല്ല രീതിയിൽ പൊട്ടിയിരിക്കുന്നുണ്ട്. അതൊരൊറ്റ പാനലാണ് ആ വലിയ ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം. ബാക്കിയത്തെ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് വന്ന വർക്കുകളാണ്. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകളൊന്നും നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ഒരു ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്ന് പറയണം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ മാറ്റണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അനുസരിച്ച് അത് കൊണ്ട് നടക്കുകയും ചെയ്ത്, കാരണം അടുത്ത സർവീസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഈ ചെറിയ ഓട്ടോയൊക്കെ ഉള്ളൂ, ഇപ്പോൾ ദീർഘദൂര ഓട്ടോ ഒന്നുമില്ല, ലോക്കൽ ഓട്ടോയൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പിന്നെ മാറ്റി പുതിയത് ഇടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം ബെൽറ്റ് പൊട്ടി വഴി പെട്ടു എന്നുള്ളൊരു സംവിധാനം, ആ ഒരു പേടിയില്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം മാറ്റാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ രീതിക്കൂടെ നമുക്കതിനകത്ത് ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എസ്റ്റിമേറ്റിൽ നമ്മൾ പെടുന്നത് ഈ ഫ്രണ്ടിലത്തെ ഈ കവറും ഇന്നർ കവറും ഫ്രണ്ട് കവറും ഈ സൈഡിൽ വന്നൊരു കവറും പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 3 കവറും കൂടി നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അത്രയും ആണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം. അപ്പോൾ നമുക്കതിനകത്ത് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് നല്ല ഒട്ടുമിക്കത് തന്നെ. നമുക്കതിനകത്ത് ഓഫർ പാക്കേജിൽ പൊക്കോളും. പക്ഷേ ഈ സെൽഫ് മോട്ടറിൻ്റെ മാത്രമാണ് നമുക്കതിന് അഡീഷണൽ വന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിലും അത് വന്നാൽ പോലും നമുക്കതിനകത്തൊരു 50% 50% നമുക്കതിനകത്ത് ലേബർ ചാർജിൽ ഡിസ്കൗണ്ട് വരും. പിന്നെ ആ കവറുകൾ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേബറും അഡീഷണലാണ് വന്നത്. പക്ഷെ അത് മാറ്റുന്നുണ്ടെങ്കിൽ പോലും നമുക്കതിനകത്ത് 50% അതിനകത്തും ലേബർ ഡിസ്കൗണ്ട് ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. നമുക്ക് ആ ബോഡി പാർട്സിൻ്റെ ലഭ്യത ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്ത് വരുത്തേണ്ട ഒരു താമസം വരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.